എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെന്റ് റിസൾട്ടിന് വിദ്യാർത്ഥികൾ ഇന്ന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെയായിരുന്നു അപേക്ഷ നൽകാൻ വിദ്യാർത്ഥികൾക്ക് സമയം നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകിയ വിദ്യാർത്ഥികളിൽ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ട്രാൻസ്ഫർ റിസൾട്ട് എപ്പോഴാണ് വരിക, അതുപോലെ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ലഭിച്ച സീറ്റ് പോകുമോ, ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ലഭിച്ച സീറ്റ് പോകുമോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് അലോട്ട്മെന്റ് കിട്ടുക എന്നുള്ളതും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഉണ്ടോ എന്നുള്ളതും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെന്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നാളെ വൈകുന്നേരത്തോടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെന്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് hskap.kerala.gov.in എന്ന നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച ഈ ഒരു വെബ്സൈറ്റ് തന്നെ ഓപ്പൺ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക് ആ ഒരു സമയത്ത് വരുന്നതാണ്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെന്റ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയത് എന്നുള്ളത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, അത് ട്രാൻസ്ഫർ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്നും ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോട്ട് ട്രാൻസ്ഫർ എന്നും കാണാൻ പറ്റുന്നതാണ്. ട്രാൻസ്ഫർ കിട്ടുന്ന വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം, അതായത് ആ ട്രാൻസ്ഫർ റിസൾട്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഏത് സ്കൂളിലേക്കാണ് കിട്ടിയത്, അതായത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു 4 രീതിയിലാണ്, അതായത് 3 രീതിയിലാണ് ഓപ്ഷൻ വെക്കാൻ സാധിക്കുന്നത്. സെയിം സ്കൂളിൽ നിന്നും മറ്റൊരു കോഴ്സിലേക്ക്, അതായത് കോഴ്സ് കോമ്പിനേഷനാണ് നിങ്ങൾ മാറിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ സയൻസിൽ നിന്ന് കൊമേഴ്സിലേക്കോ കൊമേഴ്സിൽ നിന്ന് ഹ്യൂമാനിറ്റീസിലേക്കോ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു രീതിയിൽ എവിടെയാണോ അതായത് കോഴ്സ് മാറ്റമാണ് ലഭിച്ചതെങ്കിൽ നിങ്ങൾ കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ട് എക്സ്ട്രാ വല്ല ഫീസ് വരികയാണെങ്കിൽ മാത്രം അടച്ചാൽ മതി. അത് നിങ്ങൾക്കിപ്പോൾ കൊമേഴ്സിൽ നിന്ന് സയൻസിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു 100 രൂപ അല്ലെങ്കിൽ 150 രൂപ എക്സ്ട്രാ ഫീസ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊമേഴ്സിൽ നിന്ന് ഹ്യൂമാനിറ്റീസിലേക്കോ അല്ലെങ്കിൽ സയൻസിൽ നിന്ന് കൊമേഴ്സിലേക്കോ സയൻസിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് വരുന്നതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾ നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ നിന്നും നിങ്ങളുടെ TC ഉൾപ്പെടെ നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻസും PTA ഫണ്ടും നിങ്ങൾക്ക് തിരിച്ചു തരും. അപ്പോൾ ആ ഒരു ഡോക്യുമെൻസും അലോട്ട്മെൻറ്റ് ലെറ്ററും സഹിതം അതുപോലെ എക്സ്ട്രാ ഈ ഒരു നിങ്ങൾ അഡ്മിഷൻ ഫീ പേയ്മെൻറ്റ് ആദ്യത്തെ സ്കൂളിൽ എടുത്തിട്ടുണ്ടാവും, അതിൻ്റെ റെസിപ്റ്റ് കയ്യിലുണ്ടാവും. അതുകൂടി എടുത്തുകൊണ്ട് നിങ്ങൾ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. മറ്റൊരു കോഴ്സിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതുകൂടി അടക്കുക. ഇത്ര മാത്രമാണ് വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുന്ന രീതി എന്ന് പറയുന്നത്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ലഭിച്ച സീറ്റ് പോകുമോ എന്നുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഒരു കോഴ്സിൽ നിന്ന് മറ്റൊരു കോമ്പിനേഷനിലേക്കോ, അതായത് ഒരു കോഴ്സിൽ നിന്ന് മറ്റൊരു കോമ്പിനേഷനിലേക്കോ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ ആണ് ട്രാൻസ്ഫർ കിട്ടുന്നത് എങ്കിലും ഇപ്പോൾ ലഭിച്ചിട്ടുള്ള സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇവിടുത്തെ സീറ്റ് നഷ്ടപ്പെട്ട് പിന്നീട് ഇവിടെ ആയിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ ഉണ്ടാവുക. അത് ഏത് കോഴ്സായാലും സ്കൂളായാലും ഈ ഒരു രീതിയിൽ ചേഞ്ച് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ട്രാൻസ്ഫർ കിട്ടിയ സീറ്റിൽ പോവേണ്ടതാണ്. ആദ്യം ലഭിച്ച സീറ്റ് നിങ്ങൾക്ക് അവിടെ നഷ്ടമായിട്ടുണ്ടാവും. പിന്നീട് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു സ്കൂളിലായിരിക്കും അല്ലെങ്കിൽ കോഴ്സിലായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ ഉണ്ടാവുക. അതേസമയം ട്രാൻസ്ഫറിന് അപേക്ഷിക്കുകയും എന്നാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല, അതായത് കോഴ്സിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ ആണ് ട്രാൻസ്ഫർ കൊടുത്തത്, എന്നാൽ എവിടെയും ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിലെ സ്കൂളിൽ തന്നെ തുടർന്ന് പഠിക്കാവുന്നതാണ്. ഈ ഒരു പുതുതായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നിലവിലെ സ്കൂളിൽ തുടർന്ന് പഠിക്കാം, ആ ഒരു സീറ്റ് പോകുന്നതല്ല. അതേസമയം ട്രാൻസ്ഫർ കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ലഭിച്ച സീറ്റ് പോവുകയും പുതുതായിട്ട് എവിടെയാണോ ട്രാൻസ്ഫർ കിട്ടിയത് ആ ഒരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ നിങ്ങൾ മാറേണ്ടതാണ്. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ ഉണ്ടോ. അതിന് ഈ ഒരു ഫസ്റ്റ് ട്രാൻസ്ഫർ കിട്ടിയവർക്കും അതുപോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്കും സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് ട്രാൻസ്ഫർ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ട്രാൻസ്ഫറിനും ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചോട്ടെ അല്ലെങ്കിൽ അപേക്ഷിക്കാതിരുന്നോട്ടെ, അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിലാണോ കിട്ടിയത് എന്നിരുന്നാലും നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവുന്നതാണ്. ഒരു പ്രോബ്ലവുമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് സെക്കൻഡ് ട്രാൻസ്ഫറിനുള്ള അപേക്ഷ നിങ്ങൾക്ക് HSKAP വെബ്സൈറ്റിലൂടെ തന്നെ നൽകാവുന്നതാണ്.
ഇനി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സെക്കൻഡ് ട്രാൻസ്ഫർ എപ്പോഴാണ് വരിക എന്നുള്ളതാണ്. അത് സെക്കൻഡ് സപ്ലിമെൻ്ററിക്ക് ശേഷം മാത്രമാണ് വരിക. സെക്കൻഡ് സപ്ലിമെൻ്ററിയുടെ അപേക്ഷ 22-ാം തീയതി മുതലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അതിന് ശേഷമായിരിക്കും ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും സെക്കൻഡ് ട്രാൻസ്ഫർ ഉണ്ടാവുക. എല്ലാ വർഷവും സെക്കൻഡ് ട്രാൻസ്ഫർ ഉണ്ടാവാറുണ്ട്. അപ്പോൾ സെക്കൻഡ് ട്രാൻസ്ഫറിൽ നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നത് ജില്ല മാറാം, അതായത് ഡിസ്ട്രിക്റ്റ് മാറാം, അതായത് ഈ ഒരു ഡിസ്ട്രിക്റ്റ് മാറാം, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കോഴ്സ് മാറാം, അതുപോലെ തന്നെ സ്കൂൾ മാറാം, അതായത് ജില്ല മാറാം, അതുപോലെ തന്നെ സ്കൂൾ മാറാം, കോഴ്സ് മാറാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് 3 വിഭാഗങ്ങളിലും മാറ്റത്തിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ നിലവിലെ സീറ്റ് പോവുകയും പുതിയ സീറ്റിലേക്ക് അഡ്മിഷൻ എടുക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സീറ്റിൽ തുടർന്ന് പഠിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും മാറേണ്ടി വരും. കാരണം ആദ്യം കിട്ടിയ സീറ്റ് നഷ്ടമാകും. അതായത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ അനുവദിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. നിങ്ങൾക്കിപ്പോൾ ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് മറ്റൊരു സ്കൂളിലേക്കോ കോഴ്സിലേക്കോ ട്രാൻസ്ഫർ ലഭിക്കുന്ന സമയത്ത് ഇവിടുത്തെ ആ ഒരു സീറ്റ് മറ്റൊരു വിദ്യാർത്ഥിക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുന്നത്. അതുപോലെ ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ നൽകിയ വിദ്യാർത്ഥികൾക്ക് ഓരോ സ്കൂളിലെയും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി അതുപോലെ ഏത് വിദ്യാർത്ഥികൾക്കാണ് മുൻഗണന നൽകേണ്ടത്, അതുപോലെ ആ ഒരു സ്കൂളിൽ എത്ര വീതം സീറ്റ് ബാക്കിയുണ്ട്, അതുപോലെ ആ ഒരു സ്കൂളിലെ ആ ഒരു കോഴ്സിൽ നിന്ന് എത്ര വിദ്യാർത്ഥികൾ ട്രാൻസ്ഫറുമായി മറ്റൊരു സ്കൂളിലേക്ക് മാറുന്നുണ്ട്, ഇതൊക്കെ ആശ്രയിച്ചിട്ടാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പറയാനായിട്ട് സാധിക്കുക. ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സ്കൂളിൽ തന്നെ തുടർന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ പറ്റുന്നതല്ല എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് നാളെ വൈകുന്നേരത്തോടെ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. തിങ്കളാഴ്ച മുതലായിരിക്കും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വഴിയുള്ള അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ട്രാൻസ്ഫർ റിസൾട്ട് നാളെയോടെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.